ശ്രീ രവിശങ്കർ, ജസ്റ്റിസ് എ ബദറുദ്ദീൻ ഇല്ലായിരുന്നുവെങ്കിൽ ഈ കേസിൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് സ്വാഭാവികമായിട്ടും ആലോചിച്ച് പോവുകയാണ് കേട്ടോ. സാറേ, ഒന്ന് രണ്ട് കാര്യങ്ങളപ്പോൾ പറയേണ്ടതുണ്ടല്ലോ. ഒന്ന്, ഞാൻ ഈ ചർച്ചയിൽ ഇന്ന് ആദ്യമായിട്ട് പങ്കെടുക്കുമല്ല കേട്ടോ ഷാജഹാനത്തെ. ഈ ശബരിമല അയ്യപ്പ സംഗമത്തിന് മുമ്പ് മുതൽ തന്നെ നമ്പ്യാർ അദ്ദേഹത്തിന് അറിയാം ഈ ചർച്ചയിൽ ഞാൻ പങ്കെടുക്കാറുണ്ട്. അല്ലാതെ ഇന്ന് വന്നിരുന്ന ആളൊന്നും അല്ലേ. അപ്പൊ അതുകൊണ്ട് അങ്ങ് കരുതുന്നത് പോലെ അല്ല കാര്യങ്ങൾ. പിന്നെ അങ്ങേക്ക് CPM അങ്ങേ ചീത്ത വിളിച്ചു എന്ന് പറഞ്ഞു. ഞാനും BJP തമ്മിൽ പ്രത്യേകിച്ച് വ്യക്തിപരമായ വൈരാഗ്യമൊന്നുമില്ല. അതുകൊണ്ട് എന്നെ ചീത്ത വിളിക്കേണ്ട കാര്യമില്ലെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങളും CPM തമ്മിൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാവും, അത് നിങ്ങളുടെ കാര്യമാണ്. ഞാൻ നിങ്ങളെ ചീത്ത വിളിക്കാനും വന്നിട്ടില്ല. എനിക്ക് നമ്മൾ തമ്മിൽ അതിന് വിരോധിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അത് എനിക്ക് നിങ്ങൾ ചോദിക്കേണ്ടത് CPM-നോടാണ്, എന്നോട് അതിന്റെ നിങ്ങളെ വിളിച്ച ആളുകളോട് അവിടെ പറയുക. അതിന് മറുപടിയില്ല. രണ്ടാമത്, 443 ഗ്രാം സ്വർണം കണ്ടെടുത്തു എന്ന് പറഞ്ഞു. ഇപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ ഷാജഹാൻ സാറിന് ഇതിന്റെ ടേംസ് ആൻഡ് റെഫറൻസ് ആ SITയുടെ മുമ്പിൽ കൊടുക്കാനെങ്കിൽ ഏൽപ്പിച്ചാൽ മതി. എന്തൊക്കെയാണ് അന്വേഷിക്കേണ്ടത്, എന്തൊക്കെയാണ് അന്വേഷിക്കേണ്ടാത്തത് എന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാം. അല്ല, കോടതിയൊന്നും ഇടപെടേണ്ട കാര്യമില്ല. എന്തൊക്കെ അന്വേഷിക്കണം അന്വേഷിക്കേണ്ട എന്നതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിനാണ് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാവുന്നതാണ് ഞാൻ അദ്ദേഹത്തിന്റെ ചർച്ചയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അദ്ദേഹം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ കോടതി പരാമർശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. ആയിക്കോട്ടെ, അതെ, കോടതി ഈ 11 ദേവസ്വം ബെഞ്ചിന്റെ പരാമർശങ്ങൾ, ദേവസ്വം ബെഞ്ചിന്റെ നിരീക്ഷണങ്ങൾ, അതുപോലെ ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ നിരീക്ഷണങ്ങൾ, ഇതെല്ലാം അവലോകനം ചെയ്താണ് അദ്ദേഹം പറഞ്ഞത്. സാർ, ദേവസ്വം ബെഞ്ചിനെ സംബന്ധിക്കുന്ന അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ബെഞ്ച് മാറ്റണമെന്ന് അപേക്ഷ കൊടുക്കാനുള്ള, അല്ലെങ്കിൽ ആ ബെഞ്ചിൽ നമുക്ക് വിശ്വാസമില്ല എന്ന അപേക്ഷ കൊടുക്കാനുള്ള അവകാശം പൗരനുണ്ട്. നമുക്ക് കൊടുക്കാം. ആ ബെഞ്ചിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല, ഈ ബെഞ്ച് കാണിക്കുന്ന തെറ്റാണ്, അങ്ങനൊന്നും കൊടുക്കാനുള്ള അവകാശം പൗരനില്ല. ഉണ്ട് സാർ. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയാതെ സുഹൃത്തെ, അങ്ങനൊന്നും പറ്റില്ല. നിങ്ങൾ നേരത്തെ കുറ്റപത്രത്തെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ബാബു പറഞ്ഞില്ലേ? ഞാനത് പറഞ്ഞോട്ടെ. ഞാൻ നിങ്ങളുടെ ചർച്ചയിൽ ഇടപെട്ടില്ല, നിങ്ങൾ എന്റെ കാര്യത്തിലും ഇടപെടരുത്. കുറ്റപത്രത്തെ കുറിച്ച് ഞാൻ ബാബു സാർ പറഞ്ഞ ഒരുപക്ഷെ അദ്ദേഹം കേട്ടതിൽ പറ്റി മിസ്റ്റേക്കാണ്. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. 90 ദിവസം കഴിഞ്ഞ് അവർക്ക് ജാമ്യത്തിനുള്ള അപേക്ഷ കൊടുക്കാനുള്ള അവകാശം ഉണ്ട് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അവർക്ക് ജാമ്യം കൊടുക്കണോ വേണ്ടയോ എന്ന് നിശ്ചയിക്കുന്ന കോടതിയാണ്. ഞാൻ അതിനകത്തിൽ അവർക്ക് ജാമ്യം കിട്ടും എന്ന് ഞാൻ പറഞ്ഞില്ല. 90 ദിവസം കഴിഞ്ഞാൽ, ഇപ്പൊ 85 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചാലും അവർക്ക് ജാമ്യം അപേക്ഷ കൊടുക്കാനുള്ള അവകാശം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ജാമ്യം കൊടുക്കണോ വേണ്ടയോ എന്ന് നിശ്ചയിക്കുന്നത് കോടതിയാണ്. ഇവിടെ ഒരു ഇടക്കാല കുറ്റപത്രം കൊടുക്കുക എന്നത് നമ്മുടെ ക്രിമിനൽ പ്രൊസീജിയർ ഇല്ല എന്നും ഞാനൊരു കാര്യം പറഞ്ഞു. അത് തെറ്റാണെങ്കിൽ അത് അങ്ങ് തെളിയിച്ച് തരിക. ഇത് മാത്രമേ സമർപ്പിക്കാം. പ്രാഥമിക കുറ്റപത്രത്തെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, ഇടക്കാല കുറ്റപത്രം. അല്ല, ഇവിടെ പ്രാഥമിക കുറ്റപത്രമല്ലേ സമർപ്പിക്കേണ്ടത്? സമ്പൂർണ്ണമായിരിക്കുമോ? അത് സമ്പൂർണ്ണമായിരിക്കുമോ? അല്ല, അത് സമ്പൂർണ്ണമായിരിക്കില്ലല്ലോ. CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം A പത്മകുമാർ അദ്ദേഹത്തിന്റെ കൈപ്പടയിലാണ് തിരുത്തി എഴുതിയത് സ്വർണ്ണമല്ല ചെമ്പാണെന്നൊൊക്കെ. അപ്പൊ അത് തന്നെ ഒരു തെളിവല്ലേ? അതിന്റെ അടിസ്ഥാനത്തിൽ പ്രാഥമികമായിട്ടുള്ള കുറ്റപത്രം സമർപ്പിക്കാം ഇൻവെസ്റ്റിഗേഷൻ ടീമിന്. എന്തുകൊണ്ട് അതുണ്ടായില്ല? അനിൽ നമ്പ്യാർ അയാൾ കള്ളം കാണിച്ചെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടണം. ഞാൻ അതിനെതിരല്ല. ഞങ്ങളുടെ പാർട്ടി അയാൾ ഒരിക്കലും ഞാൻ പറയുന്ന അല്ല, ആ തെളിവുകളൊക്കെ വെച്ച് പ്രാഥമിക കുറ്റപത്രം സമർപ്പിക്കാം. ഇപ്പൊ പറഞ്ഞു വരുന്നത് എന്താ? ശാസ്ത്രീയ പരിശോധനാ ഫലം വന്നില്ല, അതിന്റെ അടിസ്ഥാനത്തിലെ കുറ്റപത്രം കൊടുക്കാനാവും എന്നൊക്കെയല്ലേ പറയുന്നത്. ശാസ്ത്രീയ പരിശോധനയൊന്നും ഇല്ലാതെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ മുന്നിൽ ഇതുപോലുള്ള കുറെ തെളിവുകളുണ്ട്. ഇടക്കാല കുറ്റപത്രം കൊടുത്താൽ ആ കുറ്റപത്രം കുറ്റമറ്റതല്ലെങ്കിൽ ഈ പ്രതികൾ രക്ഷപ്പെടാൻ സാധ്യതയില്ല. ഇല്ല, കുറ്റമറ്റതല്ലെങ്കിലും ഞാനതാണ് പറഞ്ഞത് താങ്കളുടെ അന്തിമ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ സമ്പൂർണമായ ഒരു കുറ്റപത്രം കൊടുത്തുകൊണ്ട് അയ്യപ്പന്റെ ഞാനതാ പറഞ്ഞ അന്തിമ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ പ്രാഥമിക കുറ്റപത്രത്തിൽ എന്തെങ്കിലും പാകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി കൂട്ടിച്ചേർക്കലുകളാവാം. സാർ, അഡീഷണൽ കുറ്റപത്രം കൊടുക്കാം. ഞാൻ ചോദിച്ചു ഇത്രേ ഉള്ളൂ. സമ്പൂർണമായ ഒരു കുറ്റപത്രം കൊടുത്ത് അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ച ആരായാലും ശരി, ഏത് വ്യക്തിയായാലും ശരി, അയാളെ ശിക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ അയ്യപ്പ ഭക്തരുടെ എല്ലാം ആവശ്യമാണ്. പാർട്ടി ഒരു ചെറിയ ശിക്ഷയെങ്കിലും കൊടുക്കണ്ടേ? പാർട്ടി ഇപ്പോഴും എന്താ അദ്ദേഹത്തെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായി നിലനിർത്തുന്നത് പത്മകുമാറിനെ? അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണ്ടേ? നിങ്ങൾക്ക് അയ്യപ്പ ഭക്തരോട് ഇത്രയും കൂറുണ്ടെങ്കിൽ നിങ്ങൾ ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ. കുറ്റാരോപിതനാണ് ഇപ്പോൾ. അയാൾ കുറ്റാരോപിതനാണ്, അയാൾ കുറ്റക്കാരനാണ് എന്ന് കുറ്റപത്രം വരുമ്പോൾ മാത്രമേ അറിയൂ. അതുകൂടി സാർ എനിക്ക് മറുപടി തരേണ്ടത് സാറാണോ? സാർ എന്റെ അധ്യാപകനാ? ഒന്നും അല്ലല്ലോ. എനിക്ക് മറുപടി തരേണ്ട കാര്യം പാനലിസ്റ്റാണ്. നിങ്ങൾ എന്റെ അധ്യാപകനൊന്നും അല്ലല്ലോ. അല്ല, അദ്ദേഹത്തെ ഒരു നിങ്ങൾക്ക് അനിൽ നമ്പ്യാർക്ക് മറുപടി കൊടുക്കാം. എനിക്ക് മറുപടി തരേണ്ട കാര്യം നിങ്ങൾക്കില്ല. ശരി ശരി. അത് നിങ്ങൾ
ഒരു പാനൽ ഡിസ്കഷൻ ആവുമ്പോ വാദപ്രതിവാദങ്ങളും അതുപോലെ തർക്ക വിതർക്കങ്ങളൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ് സാർ. അതിന് അധ്യാപകനാവേണ്ട കാര്യമില്ല. അദ്ദേഹം അറിവിന്റെ നിറകുടമാണ്. ഞാൻ സംബന്ധിച്ചു, എനിക്ക് വഴക്കൊന്നുമില്ല, ഞാൻ അതിനകത്തൊന്നും അഭിപ്രായ വ്യത്യാസം പറയുന്നില്ല. എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായി അറിയത്തില്ല, എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. എന്റെ അഭിപ്രായത്തിൽ CPIM എന്ന് പറയുന്ന കേരളത്തിലെ ഭരണപക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി ഈ അന്വേഷണത്തിൽ അനാവശ്യമായി ഒരു ഇടപെടലും നടത്തിയിട്ടില്ല. ഈ അന്വേഷണത്തിൽ ശബരിമലയിലെ സ്വർണ്ണക്കള്ളന്മാരെ പിടിക്കുന്നതിന് അത് ആരാളെയും ശരി, ഇനി CPM-ന്റെ ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്, സാറിനോട് ആദ്യത്തെ ചർച്ചയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബ്രാഞ്ച് ആയാലും പോളിറ്റ് ബ്യൂറോയിലുള്ള മെമ്പറായാലും ശരി, അവർ ശിക്ഷിക്കപ്പെടണമെന്ന അഭിപ്രായം തന്നെയാണ് CPIM-നുള്ളത്. അത് ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് MV ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞിട്ടുമുണ്ട്. ഞങ്ങൾ ഈ അഭിപ്രായത്തെ ഉറച്ചു നിൽക്കുന്ന ആളുകൾ. അതിനപ്പുറത്തേക്ക് ഇനി എനിക്ക് ഇവരുടെ അത്രയും വിവരവും വിദ്യാഭ്യാസം ഇല്ലെന്നാണ് അവർ പറയുന്നത്. അത് എന്തെങ്കിലും ആയിക്കോട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ പാർട്ടി എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി പാർട്ടിയുടെ കാര്യങ്ങൾ പറയുക എന്നത് മാത്രമാണ്. ഞാൻ അതിനപ്പുറത്തേക്ക് കടന്ന് ചിന്തിക്കാൻ എനിക്ക് പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് അല്ല, ഷാജഹാനത്തോട് എനിക്ക് വ്യക്തിപരമായി യാതൊരു വിരോധമില്ല. അങ്ങനെ കാണരുത്. അങ്ങയുടെ ചോദ്യത്തിന് മറുപടി എന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. എനിക്ക് അങ്ങയോട് യാതൊരു വ്യക്തിപരമായ കാര്യവുമില്ല. പിന്നെ ഒരു കാര്യം കൂടി 2005-നും 2010-നും ഇടയ്ക്കും ഇവിടെ ദേവസ്വം ബോർഡ് ഉണ്ടായിരുന്നു. 98-ലാണല്ലോ സ്വർണം പൂശി. അന്ന് മുതലുള്ള കാര്യങ്ങൾ അന്വേഷിക്കണമെന്നും ഇവിടെ നടക്കുന്നുണ്ട്. 2005-2010 ഇടയിലുള്ള കാലഘട്ടത്തിലെ ഗവൺമെന്റിൽ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയ വ്യക്തികളും ഈ ചർച്ചയിലുണ്ട്. നിർണായകമായ സ്വാധീനം ചെലുത്തി. ആ സ്വാധീനം കുറഞ്ഞപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ പാർട്ടിയുമായിട്ടുണ്ടായത്. രവിശങ്കർ, ഷാജഹാൻ മറുപടി. ഇതിലെ ഞാൻ സമയമില്ലെങ്കിൽ ഞാൻ പറഞ്ഞോട്ടെ. ഈ പറഞ്ഞ മുഴുവൻ അബദ്ധ പഞ്ചാംഗമാണ്. ഒരു പാനലിസ്റ്റ് എന്നുള്ള നിലയിൽ എനിക്ക് CPM-ന്റെ പ്രതിനിധി പറഞ്ഞതിനും മറുപടി പറയാൻ എല്ലാ അർഹതകളുമുണ്ട്. അത് നടത്തിയിട്ടേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ. ഇതിൽ ഈ രവിശങ്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പ്രതിനിധി പത്തനംതിട്ടക്കാരനാണ്. അദ്ദേഹം പറഞ്ഞു ഇതിൽ കുറ്റക്കാരെ ഒന്നും സംരക്ഷിക്കില്ല. അത് പച്ചക്കള്ളമാണത്. ഇതിലേറ്റവും വലിയ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആൾ A. പത്മകുമാറാണ്. അയാളാണ് സ്വർണം ചെമ്പാണെന്ന് 3/7/2019 ദേവസ്വം ബോർഡിൻ്റെ മീറ്റിങ്ങിൽ എഴുതി വെച്ചത്. അയാൾ 2.5 മാസക്കാലമായി ജയിലിൽ കിടക്കുകയാണ്. അയാൾക്കെതിരെ 2 തവണ കീഴ്ക്കോടതിയും 1 തവണ ഹൈക്കോടതിയും അയാളുടെ ജാമ്യം നിഷേധിച്ചു. അയാളുടെ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജിൻ്റെ വിധിന്യായമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അതിനകത്ത് അയാൾ പറയുന്നത് ഈ വിധിന്യായത്തിൽ ജഡ്ജ്മെൻറ്റ് പറയുന്നത് ഗൂഢാലോചനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം A. പത്മകുമാറിനാണെന്നാണ്. ആ പത്മകുമാർ 2 മാസക്കാലമായി ജയിലിൽ കിടക്കുകയാണ്. CPM പറഞ്ഞില്ലെന്നല്ല എൻ്റെ ചോദ്യം. ബഹുമാനപ്പെട്ട കൊല്ലം വിജിലൻസ് കോടതി ഇതിൽ ഏറ്റവും വലിയ ഗൂഢാലോചനക്കാരൻ പത്മകുമാർ എന്ന് പറഞ്ഞ നിങ്ങളുടെ ജില്ലാ കമ്മിറ്റി അംഗമാണെന്നാണ് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞിട്ടുള്ളത്. ആ കോടതി അയാൾ 2.5 മാസക്കാലമായി ജയിലിൽ കിടക്കുമ്പോഴും അയാൾ ജയിലിലും നിങ്ങളുടെ ജില്ലാ കമ്മിറ്റി അംഗമായി തുടരുകയാണെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ സംരക്ഷിക്കലല്ലാതെ പിന്നെ നിങ്ങൾ എന്ത് പുല്ലാണ് നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ അയാളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ ജില്ലാ കമ്മിറ്റി അംഗമല്ലേ? നടപടി എടുത്തിട്ടില്ല. അയ്യോ, നടപടി എടുത്തിട്ടില്ലെന്നാണ് നിങ്ങളുടെ മഹാനായിട്ടുള്ള സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. കുറ്റപത്രം വരുമ്പോൾ നടപടി എടുക്കുമെന്നാണ്. നിങ്ങൾ ഏത് ലോകത്താണ് ജീവിച്ചിരിക്കുന്നത്? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയെ 2.5 മാസക്കാലമായി നിങ്ങളുടെ പാർട്ടി സംരക്ഷിച്ചുകൊണ്ടിരിക്കുമ്പം നിങ്ങൾ പത്തനംതിട്ടയിലെ ഏതോ നേതാവ് വന്നിട്ട് അയാളെ ഞങ്ങൾ സംരക്ഷിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇത് ആര് വിശ്വസിക്കണമെന്ന എന്റെ രവിശങ്കറെ ഞങ്ങൾ പറയുന്നത്. നിങ്ങളുടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇന്ന് രാവിലെയും പറഞ്ഞത് കുറ്റപത്രം കൊടുക്കുമ്പം ഞങ്ങൾ നടപടിയെടുക്കുമെന്നാണ്. സെക്രട്ടറി അടക്കം പറഞ്ഞിട്ടുണ്ട് അയാളെ സംരക്ഷിക്കില്ല എന്ന്. സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളെ 2.5 മാസമായി സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് സംരക്ഷിക്കുന്നത്? കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് അയാൾ ഗൂഢാലോചന കേസിൽ പ്രതിയാണെന്ന്. ഗൂഢാലോചന കേസിൽ പ്രതിയായ അയ്യപ്പന്റെ കോടിക്കണക്കിന് രൂപയുടെ ഷാജഹാൻ അതൊന്നും പോരാ. കുറ്റാരോപിതനാണ് അദ്ദേഹം. അയ്യപ്പന്റെ കോടിക്കണക്കിന് രൂപയുടെ സ്വർണം കട്ടുകൊണ്ടുപോയ വിഷയത്തിൽ പ്രഥമ ദൃഷ്ട്യാ ഇയാൾ കുറ്റക്കാരനാണെന്ന് 3 കോടതികൾ പറഞ്ഞിട്ടും അയാളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഉളുപ്പില്ലാത്ത സമീപനം എടുക്കുന്ന പാർട്ടിയാണ് നിങ്ങളുടെ പാർട്ടി. ആയിക്കോട്ടെ, നിങ്ങൾ ഈ പാർട്ടിയിൽ ഉണ്ടായിരുന്നല്ലോ, അന്നും ഇങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ. സമയപരിമിതി കാരണം ഞാൻ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. CPM-ഉം സർക്കാരും പോറ്റി വളർത്തിയവർക്ക് വീണ്ടും പരിരക്ഷ നൽകിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ പ്രതികൾ ഓരോരുത്തരായി
ജയിലിൽ നിന്ന് പുറത്തിറങ്ങി പോകുന്നത്. ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും.